ജെറമിയ അധ്യായം 14. കൊടിയ വരൾച്ച. വരൾച്ചയെ സംബന്ധിച്ച് ജെറമിയായ്ക്ക് കർത്താവിൽ നിന്ന് ലഭിച്ച അരുളപ്പാട്. യൂദാ വിലപിക്കുന്നു, അവളുടെ നഗരങ്ങൾ ദുർബലമായിരിക്കുന്നു, അവളുടെ ജനം നിലത്ത് വീണ് കരയുന്നു. ജെറുസലേമിന്റെ രോദനം ഉയരുന്നു, അവളുടെ പ്രഭുക്കന്മാർ വെള്ളത്തിന് സേവകരെ പറഞ്ഞുവിടുന്നു, അവർ കിണറ്റുകരയിലെത്തുന്നു, വെള്ളം കിട്ടാതെ ഒഴിഞ്ഞ പാത്രങ്ങളുമായി തിരിച്ചു പോകുന്നു. ലജ്ജയും വിസ്മയവും നിമിത്തം അവർ തങ്ങളുടെ തല മൂടുന്നു. നാട്ടിൽ മഴ പെയ്യാത്തതുകൊണ്ട് ഭൂമി വരണ്ടു, കൃഷിക്കാർ ആകുലരായി, അവർ തല മൂടുന്നു. മാൻപേട പെറ്റ കുഞ്ഞിനെ പുല്ലില്ലാത്തതുകൊണ്ട് വയലിൽ ഉപേക്ഷിച്ചു പോകുന്നു. കാട്ടുകഴുതകൾ ശൂന്യമായ കുന്നുകളിൽ നിന്ന് വായുവിനായി കുറുനരിയെപ്പോലെ അണയ്ക്കുന്നു. തീറ്റയില്ലാത്തതുകൊണ്ട് അവയുടെ കാഴ്ച മങ്ങിയിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ ഞങ്ങൾക്കെതിരെ നിൽക്കുന്നു, എങ്കിലും അവിടുത്തെ നാമത്തെ പ്രതി അങ്ങ് പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ വീഴ്ചകൾ നിരവധിയാണ്, അങ്ങേക്കെതിരെ ഞങ്ങൾ പാപം ചെയ്തു. ഇസ്രായേലിന്റെ പ്രതീക്ഷയും ദുരിതത്തിൽ അവളുടെ രക്ഷകനും ആയ അവിടുന്ന് എന്തുകൊണ്ടാണ് ദേശത്ത് ഒരു അപരിചിതനെ പോലെയും രാത്രിയിൽ സങ്കേതമന്വേഷിക്കുന്ന വഴിയാത്രക്കാരനെ പോലെയും പെരുമാറുന്നത്? അങ്ങ് സംശയഗ്രസ്തനെ പോലെയും സഹായിക്കാൻ ശക്തിയില്ലാത്ത യോദ്ധാവിനെ പോലെയും ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്നാലും കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മധ്യേ ഉണ്ട്, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അറിയപ്പെടുന്നു, ഞങ്ങളെ വിട്ടുപോകരുതേ. ഈ ജനത്തെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, അവർ ഇതുപോലെ അലയാനാണ് ഇഷ്ടപ്പെട്ടത്, കാലുകളെ അവർ നിയന്ത്രിച്ചില്ല, അതുകൊണ്ട് അവർ കർത്താവിന് സ്വീകാര്യരല്ല. ഇപ്പോൾ അവിടുന്ന് അവരുടെ തിന്മകൾ ഓർക്കുകയും പാപങ്ങളെ പ്രതി അവരെ ശിക്ഷിക്കുകയും ചെയ്യും. കർത്താവ് എന്നോട് അരുളി ചെയ്തു, ഈ ജനത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കേണ്ട. അവർ ഉപവാസം അനുഷ്ഠിച്ചാലും അവരുടെ കരച്ചിൽ ഞാൻ കേൾക്കുകയില്ല. അവരുടെ ദഹനബലിയും ധാന്യബലിയും സ്വീകരിക്കുകയില്ല. ഞാൻ അവരെ വാളാലും പട്ടിണിയാലും പകർച്ചവ്യാധികളാലും നശിപ്പിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, നിങ്ങൾ വാൾ കാണേണ്ടി വരികയില്ല, നിങ്ങൾക്ക് പട്ടിണിയുണ്ടാകുകയില്ല, ഞാൻ നിങ്ങൾക്ക് ഈ ദേശത്ത് സമാധാനം ഉറപ്പുവരുത്തും എന്നാണല്ലോ പ്രവാചകന്മാർ അവരോട് പറയുന്നത്. കർത്താവ് എന്നോട് അരുളി ചെയ്തു, പ്രവാചകന്മാർ എൻ്റെ നാമത്തിൽ വ്യാജ പ്രവചനം നടത്തുന്നു. അവരെ ഞാൻ അയക്കുകയോ ജനത്തോട് സംസാരിക്കാൻ അവരോട് കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അവർ വ്യാജ ദർശനവും പൊള്ളയായ പ്രവചനങ്ങളും സ്വന്തം സ്വപ്നങ്ങളുമാണ് നിങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് എൻ്റെ നാമത്തിൽ പ്രവചിക്കുന്ന പ്രവാചകന്മാരെ പറ്റി കർത്താവായ ഞാൻ പറയുന്നു, അവരെ ഞാൻ അയച്ചതല്ല. എന്നിട്ടും അവർ ഈ ദേശത്ത് വാളും പട്ടിണിയും വരുകയില്ല എന്ന് പ്രവചിക്കുന്നു. വാളും പട്ടിണിയും അവരെ നശിപ്പിക്കും. അവരുടെ പ്രവചനം കേട്ട ജനം പട്ടിണിക്കും വാളിനും ഇരയായി ജെറുസലേം തെരുവുകളിൽ വലിച്ചെറിയപ്പെടും. അവരെയോ അവരുടെ ഭാര്യമാരെയോ പുത്രന്മാരെയോ പുത്രിമാരെയോ സംസ്കരിക്കാൻ ആരും കാണുകയില്ല. അവരുടെ ദുഷ്കർമ്മങ്ങൾ അവരുടെ മേൽ തന്നെ ഞാൻ ചൊരിയും. നീ അവരോട് പറയണം, എൻ്റെ കണ്ണുകളിൽ നിന്ന് രാപകൽ കണ്ണീരൊഴുകട്ടെ, കണ്ണീർ പ്രവാഹം നിലയ്ക്കാതിരിക്കട്ടെ. എന്തെന്നാൽ എൻ്റെ ജനത്തിന് മാരകമായി മുറിവേറ്റിരിക്കുന്നു, അവർ കഠിന മർദ്ദനത്തിനിരയായി. നാട്ടിൻ പുറത്തു ചെന്നാൽ അവിടെ വാളാൽ വെട്ടി വീഴ്ത്തപ്പെട്ടവർ, നഗരത്തിൽ പ്രവേശിച്ചാൽ അവിടെ പട്ടിണി കൊണ്ട് രോഗം ബാധിച്ചവർ. പ്രവാചകനും പുരോഹിതനും നാടുനീളെ അലയുന്നു, ഒന്നും മനസ്സിലാകുന്നില്ല. അവിടുന്ന് യൂദായെ നിശേഷം പരിത്യജിച്ചുവോ? ഉള്ളുകൊണ്ട് സിയോനെ വെറുക്കുന്നുവോ? സുഖം പ്രാപിക്കാനാവാത്ത വിധം എന്തിനാണ് ഞങ്ങളെ അങ്ങ് പ്രഹരിച്ചത്? ഞങ്ങൾ സമാധാനം അന്വേഷിച്ചു, ഫലമുണ്ടായില്ല. രോഗശാന്തിക്ക് വേണ്ടി കാത്തിരുന്നു, എന്നാൽ പരിഭ്രാന്തി മാത്രം. കർത്താവേ, ഞങ്ങളുടെ ദുഷ്കൃത്യങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരുടെ തെറ്റുകളും ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങേക്കെതിരെ ഞങ്ങൾ പാപം ചെയ്തു. അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ നിരാകരിക്കരുതേ. അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തെ അവമാനിക്കരുതേ. ഞങ്ങളുമായുള്ള അങ്ങയുടെ ഉടമ്പടി അനുസ്മരിക്കണമേ, അത് ലംഘിക്കരുതേ. ജനതകളുടെ ദേവന്മാർക്കിടയിൽ മഴ പെയ്യിക്കാൻ ശക്തിയുള്ള ആരെങ്കിലും ഉണ്ടോ? ആകാശത്തിന് മാരി വർഷിക്കാൻ കഴിയുമോ? ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അത് ചെയ്യുന്നവൻ അങ്ങ് മാത്രമാണല്ലോ. അങ്ങിൽ ഞങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു. ഇവയെല്ലാം പ്രവർത്തിക്കുന്നവൻ അവിടുന്നാണ്.
ജെറമിയ അധ്യായം 15. യൂദായ്ക്ക് നാശം. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മോശയും സാമുവലും എൻ്റെ മുൻപിൽ നിന്ന് യാചിച്ചാൽ പോലും ഈ ജനത്തിൻ്റെ നേർക്ക് ഞാൻ കരുണ കാണിക്കുകയില്ല. എൻ്റെ മുൻപിൽ നിന്ന് അവരെ പറഞ്ഞയക്കുക, അവർ പോകട്ടെ. എങ്ങോട്ടാണ് പോവുക എന്ന് അവർ ചോദിച്ചാൽ നീ അവരോട് പറയണം, കർത്താവ് അരുളി ചെയ്യുന്നു, മഹാമാരിക്കുള്ളവർ മഹാമാരിയിലേക്ക്, വാളിനുള്ളവർ വാൾ തലയിലേക്ക്, പട്ടിണിക്കുള്ളവർ പട്ടിണിയിലേക്ക്, അടിമത്തത്തിനുള്ളവർ അടിമത്തത്തിലേക്ക്. കർത്താവ് അരുളി ചെയ്യുന്നു, 4 തരം വിനാശകരെ ഞാൻ അവരുടെ മേൽ അയക്കും. വധിക്കാൻ വാൾ, പിച്ചിച്ചീന്താൻ നായ്ക്കൾ, കടിച്ചു കീറാനും നശിപ്പിക്കാനും ആകാശപ്പറവകളും ഭൂമിയിലെ ഹിംസ്ര ജന്തുക്കളും. ഞാൻ അവരെ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ബീഭത്സ വസ്തുവായി മാറ്റും. യൂദാ രാജാവായ ഹെസക്കിയായുടെ മകൻ മനാസെ ജെറുസലേമിൽ ചെയ്തു കൂട്ടിയ അകൃത്യങ്ങളുടെ ഫലമാണിത്. കർത്താവ് അരുളി ചെയ്യുന്നു, ജെറുസലേം, ആരു നിന്നോട് കരുണ കാണിക്കും? ആര് നിന്റെ മേൽ സഹതാപം പ്രകടിപ്പിക്കും? നിന്റെ ക്ഷേമം അന്വേഷിക്കാൻ ആര് നിൽക്കും? നീ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, നീ എനിക്ക് പുറം തിരിഞ്ഞു. അതുകൊണ്ട് ഞാൻ നിനക്കെതിരെ കൈനീട്ടി നിന്നെ നശിപ്പിച്ചു. ദയ കാണിച്ച് ഞാൻ മടുത്തു. അവരുടെ നാട്ടിലെ പട്ടണങ്ങളിൽ വെച്ച് വീശുമുറം കൊണ്ട് ഞാൻ അവരെ പാറ്റി. ഉറ്റവരുടെ വേർപാടിലുള്ള വേദന അവരിൽ ഞാൻ ഉളവാക്കി. എൻ്റെ ജനത്തെ ഞാൻ നശിപ്പിച്ചു. എന്നിട്ടും അവർ തങ്ങളുടെ വഴികളിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. അവരുടെ വിധവകളുടെ സംഖ്യ കടൽ തീരത്തെ മണലിനേക്കാൾ ഞാൻ വർദ്ധിപ്പിച്ചു. യുവാക്കന്മാരുടെ മാതാക്കളുടെ മേൽ നട്ടുച്ചയ്ക്ക് ഞാൻ വിനാശകനെ അയച്ചു. കഠിനവേദനയും ഭീതിയും അവരുടെ മേൽ പെട്ടെന്ന് പതിക്കാൻ ഞാൻ ഇടയാക്കി. 7 മക്കളുടെ അമ്മയായവൾ ക്ഷീണിച്ചു തളർന്നു. അവൾ അന്ത്യശ്വാസം വലിച്ചു. പകൽ നേരത്തു തന്നെ അവളുടെ സൂര്യൻ അസ്തമിച്ചു. ലജ്ജയും അപമാനവും മാത്രം അവൾക്ക് അവശേഷിച്ചു. ശേഷിച്ചിരിക്കുന്നവരെ ഞാൻ അവരുടെ ശത്രുക്കളുടെ മുൻപിൽ വെച്ച് വാളിനിരയാക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ അമ്മേ, എനിക്ക് ദുരിതം. നാട്ടിലെങ്ങും കലഹത്തിനും കലാപത്തിനും കാരണക്കാരനാകാൻ എന്നെ നീ പ്രസവിച്ചതെന്തിന്? ഞാൻ കടം കൊടുത്തില്ല, വാങ്ങിയിട്ടുമില്ല. എന്നിട്ടും എല്ലാവരും എന്നെ ശപിക്കുന്നു. കർത്താവേ, അവരുടെ നന്മയ്ക്കു വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയോ പ്രയാസങ്ങളുടെയും ദുരിതങ്ങളുടെയും കാലത്ത് ഞാൻ എൻ്റെ ശത്രുക്കൾക്കു വേണ്ടി യാചിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്രകാരം സംഭവിച്ചു കൊള്ളട്ടെ. വടക്കു നിന്നുള്ള ഇരുമ്പോ പിത്തളയോ ആർക്കെങ്കിലും ഒടിക്കാനാവുമോ? നിന്റെ പാപങ്ങൾ മൂലം നിന്റെ സമ്പത്തും നിക്ഷേപങ്ങളും വില കൂടാതെ കവർച്ച വസ്തുക്കളെപ്പോലെ രാജ്യത്തുടനീളം ഞാൻ വിതരണം ചെയ്യും. നിങ്ങൾക്ക് അപരിചിതമായ ഒരു ദേശത്തേക്ക് ശത്രുക്കൾക്ക് അടിമകളായി നിങ്ങളെ ഞാൻ അയക്കും. എന്തെന്നാൽ നിങ്ങളെ ദഹിപ്പിക്കാൻ എൻ്റെ കോപാഗ്നി കത്തിപ്പടരുന്നു. കർത്താവെ, അങ്ങേക്കറിയാമല്ലോ. എന്നെ അനുസ്മരിക്കണമേ, എന്നെ സന്ദർശിക്കണമേ. എന്നെ പീഡിപ്പിക്കുന്നവരോട് എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യണമേ. അങ്ങയുടെ ക്ഷമയാൽ ശത്രുക്കൾ എന്നെ നശിപ്പിക്കാൻ ഇടയാക്കരുതേ. ഞാൻ അപമാനിതനാകുന്നത് അങ്ങേക്കു വേണ്ടിയാണെന്ന് ഗ്രഹിക്കണമേ. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു. അവ എനിക്ക് ആനന്ദാമൃതമായി. എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. ഉല്ലാസ ജീവിതം നയിക്കുന്നവരോട് ഞാൻ സഹവസിക്കുകയോ അവരോടൊത്ത് സന്തോഷിക്കുകയോ ചെയ്തില്ല. അങ്ങയുടെ കരം എൻ്റെ മേലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഏകാകിയായി കഴിഞ്ഞു. അമർഷം കൊണ്ട് അങ്ങ് എന്നെ നിറച്ചിരുന്നു. എന്താണ് എൻ്റെ വേദന മാറാത്തത്? എൻ്റെ മുറിവ് ഉണങ്ങാൻ കൂട്ടാക്കാതെ വിങ്ങുന്നത് എന്തുകൊണ്ട്? ഇടയ്ക്കിടെ വെള്ളം വറ്റിപ്പോകുന്ന അരുവിയെപ്പോലെ അവിടുന്ന് എന്നെ വഞ്ചിക്കുമോ? കർത്താവ് അരുളി ചെയ്യുന്നു, നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവു പോലെയാകും. അവർ നിന്റെ അടുക്കലേക്ക് വരും, നീ അവരുടെ അടുക്കലേക്ക് മടങ്ങിപ്പോകയില്ല. ഈ ജനത്തിനു മുൻപിൽ ഒരു പിത്തള കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, അവർ വിജയിക്കുകയില്ല. എന്തെന്നാൽ നിന്നെ രക്ഷിക്കാനും മോചിപ്പിക്കാനുമായി ഞാൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ വിടുവിക്കും. അക്രമികളുടെ പിടിയിൽ നിന്ന് നിന്നെ ഞാൻ വീണ്ടെടുക്കും.